ഇത് യുദ്ധത്തിന്റെ യുഗമല്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശക്തമായ നിലപാടുമായി ഇന്ത്യ. ഒന്നിലധികം പ്രധാന സംഘർഷങ്ങൾക്കിടയിലും സംഭാഷണവും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴിയെന്ന ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അത്തരം സംഘർഷങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സാമ്പത്തിക അപകട സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷിയുടെയും വൈവിധ്യവൽക്കരണത്തിന്റെയും ആവശ്യകത അദ്ദേഹം എടുത്തു കാണിക്കുകയും ചെയ്തു. സമുദ്ര വ്യാപാരം അപകടത്തിലാക്കരുതെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൾഗേറിയൻ വിദേശകാര്യമന്ത്രി വെലിസ്ലാവ പെട്രോവ ചമോവയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിലാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇവയെക്കുറിച്ചെല്ലാം ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ സംഘർഷത്തിനുള്ള ഏക പരിഹാരം സംഭാഷണവും നയതന്ത്രവുമാണ്. ഒന്നിലധികം പ്രധാന സംഘർഷങ്ങൾ, സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ, പകർച്ചവ്യാധിയുടെ സമീപകാല അനുഭവം, ആവർത്തിച്ചുള്ള ഭീകരവാദ ഭീഷണി എന്നിവയെ ലോകം അസാധാരണമാം വിധം അസ്ഥിരവും അനിശ്ചിതവുമായ ഒരു ഭാവിയിലൂടെ പോകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള ദക്ഷിണേന്ത്യയുടെ ശബ്ദം എന്ന നിലയിൽ തടസ്സമില്ലാത്ത സമുദ്ര വ്യാപാരത്തിനായുള്ള ആഹ്വാനത്തോടെ ഊർജം, ഭക്ഷണം, വളം എന്നിവയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇന്ത്യ എങ്ങനെ ഉയർത്തിക്കാട്ടിയെന്ന് അദ്ദേഹം പരാമർശിച്ചു. സാമ്പത്തിക അപകട സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം ഉത്തരം വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷിയിലും കൂടുതൽ വൈവിധ്യവൽക്കരണത്തിലുമാണ്. സമുദ്ര വ്യാപാരം തടസ്സപ്പെടുകയോ അപകടത്തിലാവുകയോ ചെയ്യരുത് എന്നത് പ്രധാനമാണ്. ആഗോള ദക്ഷിണേന്ത്യയെ പ്രതിനിധീകരിച്ച ഇന്ത്യയും ഊർജം, ഭക്ഷണം, വളം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ആവർത്തിച്ച് അടിവരയിട്ടിട്ടുണ്ട്. ഭീകരതയെ സംബന്ധിച്ചിടത്തോളം ലോകം സീറോ ടോളറൻസിൽ വ്യക്തമായിരിക്കണം. ഈ വിഷയങ്ങളിലെല്ലാം ഇന്ത്യയും ബൾഗേറിയയും തമ്മിൽ ഒരു മനസാക്ഷി കൂടിക്കാഴ്ച നടന്നുവെന്നും ജയശങ്കർ അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ സന്ദർശിക്കുമെന്നും മുതിർന്ന നേതൃത്വവുമായി സംവദിക്കുകയും ചെയ്തു. ഉഭയകക്ഷി സഹകരണം, ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള പങ്കാളിത്തം, ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് മുന്നോട്ട് എന്തു ചെയ്യാൻ കഴിയും എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം ചർച്ചകൾ നടത്തി. ബുധനാഴ്ച പ്രധാനമന്ത്രി റുമെൻ റാദേവ്, വിദേശകാര്യമന്ത്രി വെലിസ്ലാവ പെട്രോവ ചമോവ എന്നിവരുൾപ്പെടെയുള്ള ബൾഗേറിയൻ നേതാക്കളുമായി ഉന്നതതല ചർച്ചകൾ നടന്നു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിലും ബൾഗേറിയയുമായും യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഇരുപക്ഷവും ഇന്ത്യ ബൾഗേറിയ ബന്ധങ്ങളുടെ മുഴുവൻ സ്പെക്ട്രവും അവലോകനം ചെയ്യുകയും സഹകരണത്തിനുള്ള പുതിയ വഴികൾ പര്യവസാനിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ഇന്ത്യ EU-FTA ചർച്ചകളുടെ സമാപനം, തന്ത്രപരവും പ്രതിരോധപരവുമായ പങ്കാളിത്തം, സമഗ്ര മൊബിലിറ്റി, സഹകരണ ചട്ടക്കൂട് എന്നിവയുടെ പശ്ചാത്തലത്തിലെന്നും വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെടുകയും ചെയ്തു. ജൂൺ 11 EAM ഫിൻലാൻഡ് സന്ദർശിക്കും. അവിടെ അദ്ദേഹം 14ാമത് കുൽത്തരന്ത ടോക്സിൽ പങ്കെടുക്കും. പരിവർത്തനത്തിലെ ഒരു ലോകം, ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തിലാണ് ഈ വർഷത്തെ പതിപ്പ് നടക്കുക. സന്ദർശന വേളയിൽ അദ്ദേഹം ഫിനിഷ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം തന്റെ പ്രതിനിധിയുമായും മറ്റ് മുതിർന്ന നേതാക്കളുമായും കൂടിക്കാഴ്ചകൾ നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.